ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, വിശുദ്ധ സഭാരാധനയായി സർവശക്തൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഒരുക്കപ്പെട്ട നല്ല അവസരത്തിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ നല്ല സമയം നമുക്കായി ഒരുക്കപ്പെട്ടു. നമുക്കൊരു പ്രഭാതം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകാത്ത പ്രതീക്ഷകളുമായി സർവശക്തനായവൻ്റെ മുൻപിലായിരിക്കുവാൻ അവസരം നൽകപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നവർ അധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അന്യഭാഷകളെ അല്പസമയങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടി ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ലൈവിൽ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ നിങ്ങളായിരിക്കുന്ന സ്ഥാനം നോക്കേണ്ട, അവസ്ഥ നോക്കേണ്ട, സ്തുതിക്കുവാൻ തുടങ്ങി. സ്തുതികളിൽ വസിക്കുന്ന കർത്താവിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കുവാനായി വിളിക്കപ്പെട്ടവർ, അതേ വിളിക്കപ്പെട്ടവർ വെറുതെ വന്നവരല്ല, വെറുതെ ആയിരിക്കുന്നവരല്ല. നിങ്ങൾ വിളിക്കപ്പെട്ടവരത്രേ. ഇന്ന് പകൽ അപ്പന്റെ കരുതലുകൾ അനുഭവിക്കുവാനായി വിളിക്കപ്പെട്ടവർ. ഈ സമയം ആ കരുതലുകൾ അനുഭവിക്കുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ അപ്പനെ സ്തുതിച്ചാട്ടെ. കരുതലുകളെ ഒരുങ്ങി അനുഭവിക്കുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സ്തുതിക്കുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ തകർക്കപ്പെടുക. നിന്റെ നന്മ നിന്നിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമായി മതിൽ കെട്ടി ഉയർത്തി നിന്ന അന്ധകാര മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ ദേശത്തിനുമേൽ വെളിപ്പെട്ട് വ്യാപരിച്ച പോരുകളും പോരാട്ടങ്ങളും, കുടുംബങ്ങൾക്കകത്ത് തല ഉയർത്തി നിന്ന പൈശാചിക വ്യാപാരങ്ങൾ, അതേ നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ സഭ സ്തുതിച്ചാട്ടെ. ചില കുടുംബങ്ങൾക്ക് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറുവാൻ, ചില വ്യക്തികളെ ഇരുട്ടിലാക്കിയ വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലും പ്രാർത്ഥിക്കുന്നവർ, ദൈവസന്നിധിയിലായിരിക്കുന്നവർ അപ്പനെ സ്തുതിച്ചാട്ടെ. സ്തുതിക്കുമ്പോൾ ചിലത് അഴിഞ്ഞു മാറി. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ജനം സ്തുതിച്ചപ്പോൾ, പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ മതിൽ തകർന്നതുപോലെ ഇന്ന് പകലിൽ തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ തകർക്കുന്ന വലിയൊരു ദൈവ പ്രവർത്തി യേശുവിൻ നാമത്തിൽ നീ പ്രാപിക്കേണ്ടത്, അതേ സഭയെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രാപിക്കേണ്ടത്, കൺമുൻപിലുള്ളത്, വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു കെട്ടി ഉയർത്തിയ മതിലുകൾ സ്തുതിക്കുന്നവർക്ക് മുമ്പിൽ ഇന്ന് പകലിൽ തകർക്കം. യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്നവർക്ക് മുമ്പിൽ, അതേ സ്തുതിക്കുന്നവർക്ക് മുമ്പിൽ, സർവശക്തനെ സ്തുതിക്കുന്നവർക്ക് മുമ്പിൽ ആ മതിലുകൾ യേശുവിൻ നാമത്തിൽ സകല മതിലുകളും തകർക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നവർ കരങ്ങളെ തട്ടി ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. നല്ല പകലിലും മഹത്വത്തിന് കർത്താവേ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് മാത്രം ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങ് മാത്രം ശ്രേഷ്ഠൻ, അങ്ങ് മാത്രം ഉന്നതൻ, അങ്ങ് മാത്രം അത്യുന്നതൻ. ഹല്ലേലൂയ. നന്ദി രാജാവേ, നന്ദി കർത്താവേ. ഈ നല്ല പകലിലും അങ്ങേ തന്നെ ആരാധിക്കുവാൻ, അങ്ങേ മാത്രം ആരാധിക്കുവാൻ, അങ്ങേ തന്നെ സ്തുതിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്നവർക്കായി, സ്തുതിയോടെ സ്തോത്രത്തോടെ ആയിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ, ലൈവിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അതെ, നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചത് അതെ അനുഗ്രഹിക്കുവാനത്രേ. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചത് മറ്റു പലരും ഇന്നലകളിൽ വിളിച്ചതുപോലെ കുറച്ചു നേരം നിന്നിട്ട് പോ എന്ന് പറയുവാനല്ല, അവൻ ചിലത് ഒരുക്കിയിട്ട് വിളിച്ചു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വന്നതല്ല, കർത്താവ് കൊണ്ടുവന്നതാ. ആമേൻ. നമ്മൾ ഒരുമിച്ചായിരിക്കുന്നതല്ല, കർത്താവ് നമ്മെ ചേർത്തിരുത്തിയിരിക്കുന്നതാ. എന്തിനെന്ന് ചോദിക്ക്, അവന്റെ കരുതലുകളെ അപ്പന്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ അവകാശമാക്കുവാൻ, അതെ അപ്പന്റെ സന്നിധിയിലായിരിക്കുന്ന മക്കൾ അത് അവകാശമാക്കുന്ന നല്ല പ്രഭാതമായി തന്നെ ഈ പ്രഭാതം മാറട്ടെ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാമത്തെ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, 2-ാമത്തെ ഭാഗം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് തലകളെ വണങ്ങാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അപ്പാ
കൈവിടപ്പെട്ടവരായി, ഉപേക്ഷിക്കപ്പെട്ടവരായി, ഒഴിവാക്കപ്പെട്ടവരായി, പ്രിയപ്പെട്ടവരിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, സഹായിക്കേണ്ടവരിൽ നിന്ന് അകന്ന് ഞങ്ങൾ ഇതായിരിക്കുമ്പോൾ, അപ്പനെ ഇന്നും ഞങ്ങളെ കൈവിടാത്തൊരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. ഇന്നും അപ്പാ ഞങ്ങളെ കൈവിടാതെ അങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുന്നുവല്ലോ. അപ്പാ അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളങ്ങ് ചേർത്ത് പിടിച്ച് ആ ദൈവീക വിടുതലുകളെ അനുഭവിക്കുവാൻ ഈ നല്ല പകലിലും ഞങ്ങളെ ഒരുക്കിയാട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ നല്ല പകലിൽ ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. കേൾപ്പിച്ച വചനത്തിലൂടെ അങ്ങയുടെ അത്ഭുതങ്ങളെ ഓരോന്നോരോന്നായി പ്രാപിച്ചെടുക്കുവാൻ, അപ്പാ അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി ദേശത്തിന് മധ്യത്തിൽ നിൽക്കുവാൻ, ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ ഇന്ന് പകലിൽ സ്വർഗം ഞങ്ങൾക്ക് അവസരം നൽകണമേ. വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പോൾ അടിയനും ശ്രേഷ്ഠതയുള്ളവനല്ല, എങ്കിലും അങ്ങയുടെ വചനവുമായി നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ജനം ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് മടങ്ങും വിധത്തിൽ അത്ഭുതങ്ങളെ ഇന്ന് പ്രവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ വാക്യത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കൈവിടാത്തവൻ. ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞേ, കൈവിടാത്തവൻ. നമ്മെ കൈവിടാത്തൊരു ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്തൊരു ദൈവം. ശബ്ദമുയർത്തി സഭ പറഞ്ഞാട്ടെ, എൻ്റെ യേശു എന്നെ കൈവിടുകയില്ല, എൻ്റെ യേശു എന്നെ ഉപേക്ഷിക്കുകയില്ല, എൻ്റെ യേശു എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, എൻ്റെ യേശു എന്നെ ഒരു നാളും കൈവിടുകയില്ല. അതേ, കൈവിടാത്തവൻ. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആര് നിങ്ങളെ കൈവിട്ടാലും, എന്നെ കേൾക്കുന്ന പ്രിയരെ, നീട്ടപ്പെടുന്ന ഒത്തിരി കരങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കണ്ടേക്കാം. പ്രതീക്ഷയോടെ നമ്മൾ ഓടിയെടുക്കും. പക്ഷേ ആ കരങ്ങൾ പെട്ടെന്ന് പിന്മാറിപ്പോകും. ആ കരങ്ങൾ നീട്ടിയവർ നമുക്ക് വിരോധമായി മുഖം മറച്ച് മാറിപ്പോയേക്കാം. എന്നാൽ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നീട്ടിയ കൈ പിൻവലിക്കാതെ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല കർത്താവ്. അതെ, എൻ്റെ യേശു നിങ്ങളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ഉറപ്പ് ഒരിക്കൽ കൂടി 2000 വർഷങ്ങൾക്ക് പുറം വിളിച്ചു പറയട്ടെ. അതെ, എൻ്റെ യേശു നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല, നിങ്ങളെ കൈവിടുകയുമില്ല. ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ, നിരാശയോടെ, വേദനയോടെ, ദുഃഖത്തോടെ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ എൻ്റെ യേശു നിങ്ങളെ കൈവിടത്തില്ല. അതേ, വേദന തിന്ന് ഇനിയും കാലം പോക്കുവാൻ എൻ്റെ യേശു നിങ്ങളെ കൈവിടത്തില്ല. ആർക്കും വേണ്ടാത്തവരായി, ഒന്നിനും കൊള്ളാത്തവരായി തള്ളപ്പെട്ട് പുറം പറമ്പിൽ എറിയപ്പെട്ട അവസ്ഥയിലായി തീരുവാൻ ഇനിയും എൻ്റെ യേശു നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. അവൻ നിങ്ങളെ കൈവിടത്തില്ല. അതെ, എൻ്റെ യേശു നിങ്ങളെ കൈവിടത്തില്ല. ലോകം നിങ്ങളെ കൈവിട്ട് കളയുവാൻ, ലോകം നിങ്ങളെ ഉപേക്ഷിച്ച് കളയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ഇല്ലായ്മകൾക്ക് പരിഹാരം വരുത്തി. അതെ, ആ ഇല്ലായ്മകൾക്ക് പരിഹാരം വരുത്തി എൻ്റെ യേശു നിങ്ങളെ ചേർത്ത് പിടിക്കും. അതേ, ലോകം പറയും നിന്റെ ജീവിതത്തിൽ ചിലത് ഇല്ലാത്തത് കൊണ്ട് പറയാതെ അവർ പറയും. നമ്മൾ പ്രതീക്ഷയോടെ പല മുഖങ്ങളിൽ നിൽക്കും നോക്കും. ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുവാൻ, കണ്ണുനീർ തോരുവാൻ, വേദന മാറിപ്പോകുവാൻ, ആശ്വാസം അനുഭവിക്കുവാൻ, അതേ പല മുഖങ്ങളിലേക്കും നീട്ടപ്പെടുന്ന കരങ്ങൾക്കായി നമ്മൾ നോക്കും. എന്നാൽ കേൾക്കണമേ, അവർ നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മിൽ കാണുന്നത് 2 കരയുന്ന കണ്ണുകളല്ല, വിറയ്ക്കുന്ന കരങ്ങളല്ല, വിതുമ്പുന്ന അധരങ്ങളല്ല. കേൾക്കണമേ, ഒഴിഞ്ഞ അവസ്ഥ കാണും. എപ്പോഴൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയോ അപ്പോഴൊക്കെയും അവർ നിങ്ങളിൽ കണ്ടത് നിങ്ങളുടെ ഒഴിഞ്ഞ അവസ്ഥയത്രേ. ഒഴിഞ്ഞ നിങ്ങളെ മാറ്റി നിർത്തി ടാറ്റ പറഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരുവനെ കുറിച്ചല്ല ഈ പകലിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതെ, നിങ്ങളുടെ ആ ഒഴിഞ്ഞ അവസ്ഥയെ, നിങ്ങളുടെ ആ ഇല്ലായ്മയെ, നിങ്ങളുടെ ആ ശൂന്യതയെ നിറച്ച് നിങ്ങളെ കൈ പിടിച്ച് നടത്തുന്ന കർത്താവിനെ കുറിച്ച് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഒരിക്കൽ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ശിഷ്യനായ പത്രോസിന്റെ വലയുടെ ശൂന്യത കണ്ടപ്പോൾ ഒപ്പമുള്ളവർ പോട്ടേടാ പോട്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ കളിയാക്കിയപ്പോൾ, അല്ലെങ്കിൽ പരിഹസിച്ചപ്പോൾ ഉള്ളം തകർന്ന പത്രോസിന്റെ മനസ്സറിഞ്ഞ കർത്താവ് വലയെ നിറച്ച് അവനെ കൈവിടാതെ ആ പരാജയത്തിന്റെ സ്തോത്രം, ആ കടലാഴത്തിൽ നിന്ന് വിജയത്തിന്റെ കടൽ തീരത്തേക്ക് കരം പിടിച്ച് കയറ്റിയെങ്കിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ഇല്ലായ്മയുടെ, അത് മുഖാന്തരം നീ അനുഭവിക്കുന്ന ആ വേദനയുടെ അവസ്ഥയിൽ നിന്ന് എൻ്റെ യേശു നിന്നെ കരം പിടിച്ചു കയറ്റി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ മറ്റുള്ളവരുടെ കൈ പിൻവലിക്കപ്പെടുവാൻ ഇടയായ ഇല്ലായ്മ,
യെസ്, യേശുവിൻ നാമത്തിൽ. എത്ര പേർക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? നിന്റെ ജീവിതത്തിലെ ആ ശൂന്യത പലർക്കും നിന്റെ അടുത്ത് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി. പലരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു വന്നതാ, പലരും കൂടെ നിൽക്കാം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു വന്നതാ. എന്നാൽ വലിയൊരു ശൂന്യത, നിന്റെ ജീവിതത്തിലെ ആ ശൂന്യത അവരെ നിന്നിൽ നിന്ന് ആട്ടി ഓടിച്ചുവെങ്കിൽ ഈ പകലിൽ കേൾക്ക്, നിന്റെ ശൂന്യത കണ്ട് എന്റെ യേശു പോകത്തില്ല. ആ ശൂന്യതയെ നിറച്ച്, ആ ഇല്ലായ്മയെ നിറച്ച്, നിന്റെ കണ്ണുനീരിന് പരിഹാരം വരുത്തി, അതെ നിന്റെ വേദനയ്ക്കും നിന്റെ കണ്ണുനീരിനും കാരണമായിരിക്കുന്ന ആ ഇല്ലായ്മയെ നിറച്ച് എന്റെ യേശു നിന്റെ കൈ പിടിക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ശൂന്യത കണ്ട് ആരൊക്കെ പോയാലും, നിങ്ങളുടെ ഇല്ലായ്മ കണ്ട് ആരൊക്കെ പോയാലും, നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ കണ്ട്, അത് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് പലരും അർദ്ധരാത്രികളിൽ നെഞ്ചം പൊട്ടുമുതൽ കരയുന്നുണ്ട്. അയ്യോ, ഈ അവസ്ഥ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? എന്റെ ഈ അവസ്ഥ ഞാൻ എങ്ങനെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? ഞാൻ അനുഭവിക്കുന്ന വേദന എങ്ങനെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും? എന്നെ കേൾക്കുന്ന സഹോദരി, തിരിച്ചറിയ. ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും, മനസ്സിലായവർ മനസ്സിലാകാത്തതുപോലെ നടിക്കുന്നുണ്ടെങ്കിലും എന്റെ യേശുവിന് അത് മനസ്സിലായിട്ടുണ്ട്. എന്റെ യേശു നിന്നെ കൈവിടത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭർത്താവ് കൈവിട്ടാലും, മക്കൾ കൈവിട്ടാലും, ഒപ്പമുള്ളവർ കൈവിട്ടാലും, ദേശം കൈവിട്ടാലും, ആര് നിന്നെ കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു ദൈവമോ യേശുവിൻ നാമത്തിൽ. അതെ, എന്റെ യേശു കൈതരിക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. പത്രോസിന് ഗലീല കടലിന്റെ തീരത്തിൽ കൈ കൊടുത്ത് പരാജയത്തെ ജയമാക്കി മാറ്റിയവൻ ഇന്ന് ചില വ്യക്തികൾക്ക് കൈതരിക. ഓ ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കരച്ചിലിന്റെ അവസ്ഥ മാറ്റുവാൻ, ആ ഇല്ലായ്മയുടെ അവസ്ഥ മാറ്റുവാൻ, ആ പരിതാപം പറച്ചിലിന്റെ അവസ്ഥ മാറ്റുവാൻ യേശുവിൻ നാമത്തിൽ. അതെ, എന്റെ യേശു കൈതരിക, എന്റെ യേശു കൈതരിക. സ്വഭയെ എന്റെ യേശു കൈതരിക. പ്രിയ സഹോദരങ്ങളെ, എന്റെ യേശു കൈതരിക. ഓ റാധാന ഷഖാറത്തിനെ യേശുവിൻ നാമത്തിൽ. ആ ഇല്ലായ്മ നിന്റെ അവസാനത്തിന് കാരണമായി തീരുവാൻ എന്റെ യേശു അനുവദിക്കത്തേയില്ല. നോക്കൂ, ലോകത്തിലേക്ക് നിങ്ങൾ നോക്കൂ. പെട്ടെന്ന് കടന്നു വരുന്ന പല ഇല്ലായ്മകളുമാണ് പലരെയും ഇല്ലാതാക്കി കളയുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇല്ലായ്മകളാണ്. ഉണ്ടായിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനി ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഭാര്യയും ഭർത്താവും ഒന്നും അറിയാത്ത മക്കൾക്ക് വിഷവും കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്നു. പെട്ടെന്നൊരു ഇല്ലായ്മയുടെ അവസ്ഥ കടന്നു വന്നു. ആരോഗ്യത്തോടെ തുള്ളിച്ചാടി നടന്നവൻ ഒന്ന് പനിച്ചു, രണ്ട് പനിച്ചു, ദേഹം വേദനയായി അടുത്തുള്ള ആശുപത്രിയിൽ പോയി മരുന്നെടുത്തു, കുറയുന്നില്ല. അതിനടുത്ത ആശുപത്രിയിൽ പോയി മരുന്നെടുത്തു, കുറയുന്നില്ല. പേടി ഒരു തേരട്ടയെ പോലെ ഇരച്ചു കയറുവാൻ തുടങ്ങി. ഹോസ്പിറ്റലുകൾ മാറി, ടെസ്റ്റുകൾ മാറി, വലിയ ടെസ്റ്റുകൾ ചെയ്തു. ഡോക്ടർ അവസാനം കൺഫേം ചെയ്തു, അതെ ഈ രോഗമാണ്. രോഗം കേൾക്കുമ്പോൾ തന്നെ പകുതി ജീവൻ പോകും. വീട്ടിൽ വരും, കുറിപ്പെഴുതി വെക്കും, ആത്മഹത്യ ചെയ്യും. ഇല്ലായ്മ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ കുറിച്ചുള്ള ആവലാതി, ഇനി എനിക്കൊരിക്കലും പഴയതുപോലെ തിരികെ വരുവാൻ, എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ആവലാതി. അതേ, പലതും ഇല്ലാതെയാകുമ്പോൾ, പലരും ഇല്ലാതെയായി തീരുമ്പോൾ കേൾക്ക്, അവിധത്തിൽ ഇല്ലായ്മ മുഖാന്തരം ഇല്ലാതെയായി തീരുവാൻ എന്റെ ദൈവം നിങ്ങളെ അനുവദിക്കത്തേ ഇല്ല. അവൻ നിങ്ങൾക്ക് കൈതരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. പലരും ഇല്ലാതെയാകുമ്പോൾ കൈവിട്ടിട്ട് ഓടിപ്പോകും. ആമേൻ. ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങൾ വരെ അയഞ്ഞു മാറും. ഓ, മുറുകെ പിടിച്ചിരിക്കുന്ന കരങ്ങൾ വരെ അയഞ്ഞു മാറും. എന്നാൽ കേൾക്കണമേ, നീ വേദനപ്പെടുമ്പോൾ നിന്നെ മുറുക്കെ പിടിക്കുന്ന ഒരു കരമുണ്ട്. നീ കരയുമ്പോൾ നിന്നെ മുറുക്കെ പിടിക്കുന്ന ഒരു കരമുണ്ട്. നീ ഉള്ളം കൊണ്ട് നിലവിളിക്കുമ്പോൾ നിന്നെ മുറുക്കെ പിടിക്കുന്ന ഒരു കരമുണ്ട്. ആ യേശുവിന്റെ കരം ചിലരെ മുറുകെ പിടിച്ചിരിക്കുക. നിന്റെ ജീവിതം ഇനി എന്ത് എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ഇതിനകത്ത് കരഞ്ഞായിരിക്കുന്ന സഹോദരി, നിന്നോട് തന്നെ എന്നെ കേൾക്കുന്ന സഹോദര, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇനി എന്ത്? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി. ഓ സ്തോത്രം. ആ വരുമാന മാർഗമില്ലാതായി തീർന്നു. ഇനി എന്ത് എന്ന് ചോദ്യം ചോദിച്ച് നീ എന്നെ കേൾക്കുന്നുണ്ട്. കേൾക്ക്, പല കൈകളും അയഞ്ഞത് നീ തിരിച്ചറിഞ്ഞു. പല ഫോൺ കോളുകളും വേഗത്തിൽ കട്ട് ചെയ്യുന്നത് നിനക്ക് മനസ്സിലായി. പല ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യുവാൻ ആളില്ലാത്തത് നിനക്ക് മനസ്സിലായി. നീ തിരിച്ചറിയുന്നുണ്ട്, നീ ഒറ്റപ്പെടുക. ചിലതില്ലാത്തത് കൊണ്ട് ഒറ്റപ്പെടുന്ന സഹോദര, സഹോദരി, കേൾക്ക്, യേശു നിന്നെ മുറുകെ പിടിക്കുക. ഓ ഹല്ലേലൂയ. യേശു നിന്നെ മുറുകെ പിടിക്കുക. യേശു നിന്നെ മുറുകെ പിടിക്കുക. അവൻ നിന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ നിന്നെ വിട്ടുകളയത്തില്ല. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. പത്രോസിന്റെ കരം പിടിച്ച് ജയത്തിലേക്ക് നടത്തിയവൻ, ആ ഒഴിഞ്ഞ വലയുടെ ശൂന്യത മാറ്റി ജയത്തിലേക്ക് നടത്തിയ യേശു ഇന്ന് പകൽ ചില ഇല്ലായ്മകൾക്ക് അറുതി വരുത്തുവാൻ പോകുക. ഓ ഹല്ലേലൂയ.
ആമേൻ. സ്തോത്രം. ആ ഇല്ലായ്മയിൽ തന്നെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചില ഇല്ലായ്മയിൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല. എത്ര പേർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മസാന്നിധ്യത്തിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഇല്ലായ്മയിൽ, നിങ്ങളെ ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ആ ഇല്ലായ്മയിൽ നിങ്ങളുടെ ജീവിതം അവസാനിച്ചു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല. ആരും തേടി വരാത്ത സ്ഥാനത്ത് എൻ്റെ യേശു നിന്നെ തേടി വരും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ആരും തേടി വരുവാൻ ഇല്ലാത്ത സ്ഥാനത്ത്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നീ മാത്രമല്ല ഒപ്പമുള്ളവരും മാറിപ്പോകുന്ന സ്ഥാനത്ത് എൻ്റെ യേശു നിന്നെ തേടി വരും. നീ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ തുടരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല. 38 വർഷങ്ങൾ ബെഥേസ്ദ എന്ന കുളക്കരയിൽ, അതേ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 1-2 ദിവസമല്ല, 38 വർഷം. ആദ്യ വർഷങ്ങളിൽ പ്രതീക്ഷ പൂത്തുലഞ്ഞു നിന്ന് കാണും. 2-ാം വർഷവും കുഴപ്പമില്ല, 3-ാം വർഷവും കുഴപ്പമില്ല. ഇന്നത്തെ കാലമല്ല, ഇന്നാണെങ്കിൽ 3 ദിവസം തികച്ച് കൂടെ നിൽക്കത്തില്ല. അന്ന് 3 വർഷം നിന്ന് കാണും. 3 വർഷം കഴിഞ്ഞു, പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. മനുഷ്യനല്ലേ, ആയുസ് കുറഞ്ഞ കുറേ പേർ നഷ്ടപ്പെട്ടു പോയി കാണും. ആയുസുള്ളവർ ആയുസിന് വേണ്ടി നേടുവാൻ, മറ്റു പലതും നേടുവാൻ ഓടിക്കാണും. ഈ മനുഷ്യൻ അവിടെ കിടക്കുക, അവനൊരു പ്രതീക്ഷയുമില്ല. ഓ താങ്ക് യു ലോർഡ്, അവനൊരു പ്രതീക്ഷയുമില്ല. അവന്റെ അടുക്കൽ നസ്രായനായവൻ ഇറങ്ങിച്ചൊന്ന്, ഇന്ന് പകലിലും എനിക്കും നിങ്ങൾക്കും ഒപ്പമായിരിക്കുന്ന നമ്മുടെ കർത്താവ് ഇറങ്ങിച്ചൊന്ന് ചോദിക്കുക, അതേ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതേ യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. എൻ്റെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. ഞാനൊരു ഭാഗ്യാന്വേഷിയായി മാറുന്നു. ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരും ഭാഗ്യാന്വേഷികളായി ഇതിനകത്തിരിക്കുന്നുണ്ട്. ഓരോ പ്രാർത്ഥനയിലും, ഓരോ ആരാധനയിലും, ഓരോ ശുശ്രൂഷയിലും പലതും പ്രതീക്ഷിച്ച് കടന്നു വരും. ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും. ഇന്ന് എൻ്റെ ഭാര്യയുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും. ഇന്ന് എൻ്റെ മക്കളുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും. ഇന്ന് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. ഇന്ന് ഞാൻ പലരുടെയും നിന്ന നിറഞ്ഞ, അപമാനം നിറഞ്ഞ, പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം ജീവിച്ച് കാണിച്ചു കൊടുക്കും. പ്രതീക്ഷയോടെ കടന്നു പോകും. പ്രതീക്ഷിക്കുന്നതൊന്നും കാണത്തില്ല. ഭാഗ്യാന്വേഷികളായി മാറുന്നു. കാണുന്നില്ല, പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നില്ല, ആഗ്രഹിച്ചത് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ കേൾക്കണമേ, ആ ദൂതന്റെ സാമീപ്യത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത്, 38 വർഷം കൊണ്ട് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് നൽകുവാൻ ബെഥേസ്ദ എന്ന കുളക്കരയിൽ ആ രോഗിയെ തേടിപ്പോയ യേശു ഇന്ന് നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എൻ്റെ യേശു നിന്നെ കൈവിടത്തില്ല. വർഷം എത്ര കഴിഞ്ഞെന്ന് ഒത്തിരി ആയല്ലോ ദൈവദാസനെ, ഞാൻ മടുത്തു, ഇനി വയ്യ. ഓ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല, എൻ്റെ ഭർത്താവിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല, എൻ്റെ കുടുംബത്തിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ സ്വപ്നം കാണുന്ന നല്ലത് എനിക്ക് കാണുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, വർഷം എത്ര കഴിഞ്ഞാലും എൻ്റെ യേശു നിന്നെ തേടി വരും. ഓ റാധാന ഷഖാറതനെ, നീ അന്വേഷിക്കുന്നതിന്, ഓ സ്തോത്രം, ഹല്ലേലൂയ, നീ കാത്തിരിപ്പിക്കുന്ന നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ എൻ്റെ യേശു കടന്നു വരിക. നിന്റെ ആ നരക ജീവിതത്തിന് നശിച്ച ജീവിതം നീ സ്വയം പറയുന്ന, മറ്റുള്ളവർ പറയുന്ന ആ അവസ്ഥയ്ക്ക് എൻ്റെ യേശു അറുതി വരുത്തുക. ഓ ഹല്ലേലൂയ, എൻ്റെ യേശു കൈ തരിക. പ്രിയരെ, എൻ്റെ യേശു കൈവിടത്തില്ല. ആമേൻ. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും എൻ്റെ യേശു കൈവിടത്തേ ഇല്ല. ഒരിക്കൽ 2ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധം നടക്കുക, ലോകം മുഴുവൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടനിലെ ഒരു പട്ടണത്തിൽ ബോംബ് വർഷം വളരെ വലുതായി നടക്കുന്നു. ആർക്കും ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ. വീടുകൾ തന്നെ പൊളിഞ്ഞ വീടുകൾ, അതിനകത്ത് ആൾക്കാർ താമസിക്കുന്ന അവസ്ഥ, എലികളെ പോലെ ആൾക്കാർ താമസിക്കുന്ന അവസ്ഥ. അവിടുത്തെ രാജാവ് ഉത്തരവിട്ടു, ബ്രിട്ടനിലെ രാജാവ് ഉത്തരവിട്ടു, കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷപ്പെടുത്തി
നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നിന്ന് ഈ നശിച്ച സ്ഥലത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും അവരെ ഇത് അയക്കുവാൻ പറയുമ്പോൾ രാജാവിനും അറിയാം അത് നടക്കത്തില്ല. ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകം മുഴുവൻ യുദ്ധമാണ്. ലോകം മുഴുവൻ യുദ്ധമാണ്. ഒരു മാതാവും പിതാവും അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ 2 കുഞ്ഞുമക്കൾ, ഒരു മൂത്ത സഹോദരനും ഇളയ സഹോദരിയും, ആ 2 കുഞ്ഞുങ്ങളുമായിട്ട് അവർ സ്തോത്രം അലഞ്ഞു നടക്കുകയാണ്. എവിടെ ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഒളിപ്പിക്കും? ആരുടെ കയ്യിൽ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഏൽപ്പിക്കുവാനായിട്ട് കഴിയും? അപ്പോൾ ഈ സഹോദരിയോട് സ്തോത്രം, ആ കുഞ്ഞുങ്ങളുടെ അമ്മയോട് അവരുടെ സ്തോത്രം തൻ്റെ ഭർത്താവ് ചോദിച്ചു, ഇവരെ എവിടെ, ആരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുവാൻ കഴിയും? ആ മാതാവ് സംശയമില്ലാതെ പറഞ്ഞു, ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമേ ഇവരെ ഏൽപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ അവരായിരുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്നു നിന്നു. കൽക്കരി കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ. ആ ട്രെയിനിനകത്തേക്ക് കൽക്കരികളുടെ ഇടയിലേക്ക് 2 കുഞ്ഞുങ്ങളെയും ആ മാതാവും പിതാവും കൂടെ കയറ്റി വിട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയത്തില്ല. കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഇളയ കുഞ്ഞ് വല്ലാതെ സങ്കടപ്പെടുവാൻ തുടങ്ങി. അതുവരെ മാറോട് പറ്റിച്ചേർന്നിരുന്ന അമ്മയെ കാണാനില്ല, അമ്മയുടെ മാറിൽ ചൂടില്ല, അമ്മയുടെ സ്നേഹമില്ല. ആ കുഞ്ഞ് വിതുമ്പി കരയുവാനായി തുടങ്ങി. ചേട്ടനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, ഇത് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ പോകുമ്പോൾ അവിടെ ആരുണ്ട്? അമ്മയെ പോലെ നമുക്ക് തരുവാൻ ആരുണ്ട്? അമ്മയെ പോലെ നമ്മളെ കെട്ടിപ്പിടിച്ച് കിടത്തുവാൻ ആരുണ്ട്? ആ മൂത്ത കുഞ്ഞ് അമ്മ പറഞ്ഞത് കേട്ട് പറഞ്ഞു, അതെ, ദൈവമുണ്ട്. ആമേൻ. നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്, നമ്മൾ പോകുന്നിടത്ത് ദൈവമുണ്ട്. ചില വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയി. നമുക്കറിയാം 80-90 കാലഘട്ടങ്ങളിൽ ഒരു വലിയ സംസ്കാരം ലോകത്തിൽ രൂപപ്പെട്ടു. ഹിപ്പി സംസ്കാരം എന്നാണ് ആ സംസ്കാരത്തിന്റെ പേർ. അതേ, യുദ്ധാനന്തരം ഒരു വലിയ കൂട്ടം യൗവനക്കാർ എഴുന്നേറ്റ് തിന്നുക, കുടിക്കുക, ആർമാദിക്കുക, പുകച്ച് ജീവിതം നശിപ്പിക്കുക എന്ന അർത്ഥത്തിൽ, പുകച്ച് ജീവിതം നശിപ്പിക്കുക എന്ന അർത്ഥത്തിൽ മരിജുവാന അഥവാ കഞ്ചാവ് വലിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ അത് ലോകത്തിലേക്ക് പടർന്ന് പന്തലിച്ചു. എവിടെയൊക്കെ ആ ആൾക്കൂട്ടം ഉണ്ടോ അവിടെയെല്ലാം യൗവനക്കാരായ യുവാക്കളും യുവതികളും മുടി നീട്ടി വളർത്തി കുടിക്കാതെ പുകച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങി. ലോകരാജ്യങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. യൗവനക്കാരെല്ലാം ഇങ്ങനെ നശിക്കുവാൻ തുടങ്ങിയാൽ അവർക്ക് പറയുവാൻ പലതും ഉണ്ടായിരുന്നു. അതേ, യുദ്ധം മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ലോകത്തിൽ യുദ്ധമുണ്ടാകുമ്പോൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന സ്വത്ത് നഷ്ടപ്പെട്ടു പോകുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? അവരവരുടെ മാതാപിതാക്കളെ കെയർ ചെയ്യാതെ, മക്കളെ കുറിച്ച് ചിന്തിക്കാതെ, ലോകത്തെ കുറിച്ച് നോക്കാതെ അവർ സ്വയം നശിക്കുവാനായിട്ട് പുകച്ച് നശിക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് 2 സഹോദരങ്ങൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ള വാർത്ത ലോകത്തിൽ കാട്ടുതീ പോലെ പടരുകയുണ്ടായി. അങ്ങനെ ഹിപ്പി കൾച്ചർ, ഹിപ്പി സംസ്കാരത്തിന്റെ അടിവേരറുത്തുകൊണ്ട് ലോകരാജ്യങ്ങളിലേക്ക് 2 സഹോദരങ്ങൾ, ഒരു സഹോദരനും സുവിശേഷം പ്രസംഗിക്കുവാനായി കടന്നുപോയി. മുടി നീട്ടി വളർത്തി കുളിക്കാതെ കാടന്മാരായി അമ്മയപ്പന്മാരെ തിരിഞ്ഞു നോക്കാതെ വീടും വീട്ടുകാരും വേണ്ട എന്ന് പറഞ്ഞ് പുകച്ച് ജീവിതം നശിപ്പിച്ച ഒത്തിരി യൗവനക്കാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായി പുറത്തു വരുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ വൃദ്ധ മാതാവും പിതാവും, ആ കുഞ്ഞുങ്ങളുടെ മാതാവും പിതാവുമായിരിക്കുന്ന പട്ടണത്തിൽ ഒത്തിരി പേർ അന്ന് നഷ്ടപ്പെട്ടു പോയി. യുദ്ധത്തിൽ ശേഷിച്ച ഇവർ, അതെ, ആരോഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി, അവർക്ക് നല്ല സ്വപ്നങ്ങളൊന്നും കാണുവാനില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ അവരൊരു വാർത്ത കേൾക്കുകയാണ്, ഈ 2 സഹോദരങ്ങൾ തങ്ങളുടെ നാട്ടിൽ വരുവാൻ പോകുന്നു. തങ്ങളുടെ നാട്ടിലും നശിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി യൗവനക്കാരെ ഈ മക്കൾ, ഈ 2 സഹോദരങ്ങൾ നേടുവാനായി പോകുന്നു. ആ മാതാവും പിതാവും ഉത്സാഹത്തോടെ ആ ഒരു ശുശ്രൂഷ കാണുവാനായി കടന്നു ചെന്ന് ആ വേദിക്ക് മുമ്പിലിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്ന സഹോദരിയും നോക്കി നരകയറിയ കണ്ണുകൾക്ക് ഉടമയായ ഭർത്താവിനെ വിളിച്ച് ആ സഹോദരി പറഞ്ഞു, നോക്കൂ, ഞാൻ ഒരു ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കത്തുള്ളൂ. ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച കുഞ്ഞാണ് ഒത്തിരി പേര് ഇന്ന് ലോകത്തിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ വേദിയിൽ നിന്ന് പുകച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ നേടിക്കൊണ്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ ആമേൻ. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതേ, ചിലതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. കേൾക്ക്, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതിനെ ദൈവം കൈവിടത്തില്ല. മാതാവേ, പിതാവേ, ലോകത്തിന് വേണ്ട, ലോകത്തിൽ ആർക്കും അവരെ നേരെയാക്കുവാൻ കഴിയത്തില്ല, ലോകത്തിൽ ആർക്കും അവരെ നന്നാക്കുവാൻ കഴിയത്തില്ല, ലോകത്തിൽ ആർക്കും അവരെ പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. പോട്ടെ എന്ന് പറഞ്ഞ് നീ തള്ളിക്കളയെന്ന് ലോകം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നീ അവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ കൈവിടാ. യേശുവിൻ നാമത്തിൽ നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചവരെ
ദൈവം കൈവിടത്തില്ല. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച നിന്നെയും ദൈവം കൈവിടത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ നീ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം പ്രയോജനപ്പെടുത്തുന്നത് നീ കാണും. ആമേൻ. ആ യുദ്ധത്തിൽ ഒരുപാട് മാതാപിതാക്കൾ ചത്തുപോയി. ആ യുദ്ധത്തിൽ ഒരുപാട് പേർ പട്ടിണി കിടന്ന് മരിച്ചുപോയി. എന്നിട്ടും ആ മാതാവും പിതാവും മരണപ്പെട്ടില്ല. കാരണം അവർ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത് ഒന്നിനെ ദൈവം പ്രയോജനപ്പെടുത്തുന്നത് അവർക്ക് കാണേണ്ടിയിരുന്നു. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ ചിലതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന കണ്ണുനീരോടെ വേദനയോടെ കേൾക്കുന്ന, ഹൃദയം തകർന്ന് കേൾക്കുന്ന മാതാവേ പിതാവേ, അതേ നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ തലമുറകളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ അവരെ ദൈവം കൈവിടത്തില്ല. നീ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം കൈവിടത്തില്ല. നീ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ഭാര്യ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം അവരെ കൈവിടത്തില്ല, നിന്നെയും കൈവിടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതെ ആ ദൂതിന്, അതെ ഈ ദൂതിന് ഈ കാലഘട്ടത്തിൽ ഒരു നിവർത്തീകരണമുണ്ട്. നോക്കൂ സ്തോത്രം. 30-40 വർഷത്തിനു മുമ്പ് മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കാതെ, ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ, എല്ലാം നശിക്കട്ടെ എന്ന് പറഞ്ഞ് പുകച്ചു തീർത്ത് തെരുവോരങ്ങളിലും കടൽപ്പുറങ്ങളിലും മുടി നീട്ടി വളർത്തി കുളിക്കാതെ പോപ്പ് സംഗീതത്തിന്റെ അകമ്പടിയോടെ പുകച്ച് ജീവിതം തീർത്തുകൊണ്ടിരുന്ന തലമുറകൾ ദൈവത്തെ ഏൽപ്പിക്കപ്പെട്ടവരാൽ വിടുവിക്കപ്പെട്ടു എങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, തെരുവോരങ്ങളിലും ദേശത്തിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും ജീവിതം പുകച്ചു തീർക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കാതെ, ഭാര്യയെ കുറിച്ച് ചിന്തിക്കാതെ, മക്കളെ കുറിച്ച് ചിന്തിക്കാതെ ജീവിതം പുകച്ചു തീർക്കുന്ന ചിലതിനെ നേടിയെടുക്കുവാൻ തക്കവണ്ണം നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ചിലതിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലതിന്റെ അസ്ഥിവാരം ഇളക്കുവാൻ, ചിലതിന്റെ അസ്ഥിവാരം യേശുവിൻ നാമത്തിൽ, ഓ ഹല്ലേലൂയ, നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ചിലതിനെ കൊണ്ട് ചിലതിന്റെ അസ്ഥിവാരം എന്റെ ദൈവം ഇളക്കുവാൻ പോകുക. ആർക്കും പിടിച്ചെടുക്കുവാൻ കഴിയും. ഓ റാധാന ശഖറഥനെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കൈവിടത്തില്ല. ഹല്ലേലൂയ. സാഹചര്യം എന്തായിരുന്നാലും, അവസ്ഥ എന്തായിരുന്നാലും കൈവിടത്തില്ല. നിങ്ങൾക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു കരം എൻ്റെ യേശുവിൻ്റെ കരമാണ്. ആമേൻ. പൊത്തി വച്ചിട്ടും പറ്റുന്നില്ല, പൊത്തി വെച്ച് വളർത്തുവാൻ പറ്റുന്നില്ല, ആഗ്രഹിച്ചതുപോലെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നില്ല, പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. നിരാശപ്പെടേണ്ട. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. ഓ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ആ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളുടെ കണ്ണുനീരിന് കാരണമാണെന്ന് എനിക്കറിയാം. ഇതിനകത്തിരിക്കുമ്പോൾ നിന്റെ മുഖത്തെ പ്രസാദത്തെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാണെന്ന് എനിക്കറിയാം. ഇതിനകത്തായിരിക്കുമ്പോൾ നിന്നെ ആകുലപ്പെടുത്തുന്നതാണെന്ന് എനിക്കറിയാം. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. അവൻ എടുക്കാത്തതൊന്നുമില്ല. നിന്റെ ഭാരം എന്തും അവൻ എടുക്കും. നിന്റെ വേദന എന്തും അവൻ എടുക്കും. ഓ റാധാന ശഖറഥനെ. യേശുവിൻ നാമത്തിൽ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ അവ സുരക്ഷിതമാ. എന്റെ കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ തലമുറ സുരക്ഷിതമാ. ആ രോഗത്തിന് അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ആ കഷ്ടതയ്ക്ക് അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ആ കൂട്ടുകെട്ടിന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കൂട്ടുകെട്ടിന് അവരെ നശിപ്പിക്കുവാൻ കഴിയത്തേ ഇല്ല. ഹല്ലേലൂയ. ആ സാക്ഷ്യം എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചതും എൻ്റെ ഉറക്കത്തെ പോലെ നഷ്ടപ്പെടുത്തിയതും. ആമേൻ. ആ പിള്ളേർ വളർന്നു, അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, ലോകമറിയുന്ന സുവിശേഷകന്മാരായി. അതൊന്നും അല്ല വിഷയം. അതൊക്കെ സംഭവിക്കുമെന്നേ. കഷ്ടതയിലൂടെ പോകുന്നതൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ആമേൻ. തിന്ന് പുളച്ച് നടക്കുന്നത് പോലെയല്ല. കഷ്ടതയിൽ അതേ ആ തീയുടെ അനുഭവത്തിൽ നിൽക്കുന്നതൊക്കെ ഒരു നാൾ പടർന്ന് പന്തലിക്കും. അവനൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. പക്ഷേ എത്രമാത്രം ബോംബ് വീണിട്ടും ആ പട്ടണത്തിൽ ഒരു വൃദ്ധനെയും വൃദ്ധയെയും ദൈവം ശേഷിപ്പിച്ചു. ഹല്ലേലൂയ. കരങ്ങളിൽ ഏൽപ്പിച്ചതിനെ കാണിച്ചു കൊടുക്കുവാൻ നീ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഓ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ അത് കാണും. അതെ, നീ അത് കാണും. നീ അത് കാണും. നീ അത് കാണും. ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചതിന്റെ വളർച്ച നീ കാണും. ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചതിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട്, നീ നിന്റെ കണ്ണുകൊണ്ട്, നീ നിന്റെ കണ്ണു. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അത് കാണിക്കുവാൻ വേണ്ടി അവരെ ദൈവം ശേഷിപ്പിച്ചു.
ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ ദൈവത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, നിന്റെ മക്കളെ ഞാൻ സൂക്ഷിച്ചോളാം, നീ പൊയ്ക്കോ, നീ കണ്ണടച്ചോ, നീ ഇനി സ്വസ്ഥമായി കണ്ണടച്ചോ. ഓ സ്തോത്രം. മക്കളെ ഞാൻ നോക്കിക്കോളാം, നീ സ്വസ്ഥമായി കണ്ണടച്ചോ. അങ്ങനെയൊന്നും കണ്ണടയത്തില്ല. നിന്റെ കണ്ണടയണമെങ്കിൽ ചിലത് നീ കാണണം. അത് കാണിച്ചിട്ടല്ലാതെ, ഓ താങ്ക് യു ലോർഡ്, നിന്റെ കണ്ണുനീരിന് കാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന വേദനയ്ക്ക്, തീരാ വേദനയ്ക്ക് കാരണമായിരിക്കുന്ന ചിലത് ചിരിയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് കാണാതെ നിനക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല എന്ന് നിന്നെക്കാളുപരി എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാ പലപ്പോഴും നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. ഒരു സിനിമാ നടനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ. വളരെ പ്രശസ്തനായ സിനിമാ നടനാ. രാത്രി കിടന്നുറങ്ങിയപ്പോൾ നെഞ്ചിനകത്തൊരു വേദന. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഒരു വേദന. അദ്ദേഹം വിചാരിച്ചൊന്ന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്ന്. സിനിമാ നടനാണ്, ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് പരിചയമുണ്ട്, പണത്തിന് പണമുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞു, ഗ്യാസ് ആണെന്ന് വിചാരിച്ചു, എന്തോ മരുന്നൊക്കെ കുടിച്ചു. വീണ്ടും കുറേ നേരം ആരൊക്കെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെയായി വേദന കൂടി 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 വന്നു. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഡോക്ടർ ഈ ഇൻ്റർവ്യൂ കൊടുത്ത സുഹൃത്തിനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഹൃദയം ചിതറിപ്പോയിരുന്നു എന്നാ. വേദന കൊണ്ട് നടനായിരിക്കുന്ന മുരളി എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൃദയം ചിതറിപ്പോയിരുന്നു എന്ന്. അത്ര മൃഗീയമായി പോയി, വേദന കൊണ്ട് അത് പൊട്ടിപ്പോയി. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, എത്ര പ്രാവശ്യം പൊട്ടാനുള്ള വേദന അനുഭവിക്കുന്നവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പൊട്ടിപ്പോവാത്തേ? ആമേൻ. എന്തുകൊണ്ടാ പൊട്ടിപ്പോവാത്തത്? നമുക്കെന്താ ഇരുമ്പോണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ? ആമേൻ. ഹൃദയം എന്തുകൊണ്ടാ നിന്ന് പോകാത്തത്? എന്തുകൊണ്ടാ പൊട്ടിപ്പോകാത്ത? എന്തുകൊണ്ടാ? ഇരുമ്പോണ്ട് ഉണ്ടാക്കിയത് കൊണ്ടല്ല. നീ ചിലത് കാണുവാനുണ്ട്. ഓ താങ്ക് യു ലോർഡ്. നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ചിലത് നിന്റെ മുൻപിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തുന്നത് നീ കണ്ട് ആരാധന ശാഖാരാധന യേശുവിൻ നാമത്തിൽ. അതെ, നീ ചിലത് കാണുവാനുള്ളത് കൊണ്ടാണ്. അതൊന്നും കാണാതെ നിന്നെ കർത്താവ് സ്വസ്ഥതയായി ഇനി പൊയ്ക്കോ എന്ന് പറയത്തേയില്ല. ഏത് സാഹചര്യത്തിലും കൈവിടാത്തൊരു ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ പകലും നമുക്കൊപ്പമുണ്ട്. നോക്കിയേ, തീച്ചൂളയിലും കൈവിടാത്തൊരു ദൈവം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 4 പുരുഷന്മാർ. ആ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് പലയിടങ്ങളിലും ഞാൻ പറഞ്ഞു, നമ്മെ ആര് കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല എന്ന്. ആര് കൈവിട്ടാലും എന്ന് പറയുമ്പോൾ തന്നെ നമ്മെ കൈ തന്ന് പിടിക്കുവാൻ ഒത്തിരി പേരുണ്ട് ലോകത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളായി, സ്വന്തം ബന്ധങ്ങളായി, സുഹൃത്തുക്കളായി, സഭയായി ഒക്കെ ഒത്തിരി പേരുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് പോലും അടുത്ത് നിൽക്കുവാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. നമ്മെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് പോലും സഹായിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്നെത്തിച്ചേരും. അവൻ ഇവിടെ നോക്കൂ, ശദ്രകും മേശകും അബേദ്നെഗോവും അത്ര വില്ലന്മാരൊന്നുമല്ല, അവർ നല്ലവരാ. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുവാനും രക്ഷിക്കുവാനും ഒക്കെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാണും. പക്ഷേ അവർ ആയിരിക്കുന്ന അവസ്ഥ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. അവർക്ക് വിരോധമായി നിൽക്കുന്നത് രാജാവിൻ്റെ കൽപ്പനയാണ്. അവർക്ക് വിരോധമായി നിൽക്കുന്നത് രാജ്യത്തിൻ്റെ നിയമമാണ്. അവർ കിങ്കരന്മാരുടെ കൈകളിൽ കെട്ടപ്പെട്ടവരായി ആയിരിക്കുന്നു. അവർക്ക് വിരോധമായി ആളിക്കത്തുന്ന ചൂള വെറുതെ ആളിക്കത്തുകയല്ല, 7 മടങ്ങ് തീ കൂട്ടപ്പെട്ട ചൂളയാണ്. ആർക്കും അടുത്തു പോയി അവരെ സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ആ അവസ്ഥ എത്രമാത്രം ഭീകരമാണെന്ന് 3-ാം അധ്യായം 19 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സൈന്യത്തിലെ ചില ബലവാന്മാർ, മഹാബലവാന്മാർ ഈ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ഈ ഭക്തന്മാരെ ബന്ധിച്ച് എടുത്തുകൊണ്ട് തീയിലിടുവാൻ പോയി. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, ഈ കെട്ടി വരിഞ്ഞ് എടുത്തുകൊണ്ട് പോയവർ തീയുടെ ചൂട് നിമിത്തം വെന്തുപോയി. ഓ സ്തോത്ര. അപ്പോൾ ഭക്തന്മാർ അനുഭവിക്കുന്ന പ്രശ്നം എത്ര വലിയതാ. ആമേൻ. ഹല്ലേലൂയ. മഹാബലവാന്മാരെ തീയുടെ ചൂട് ദഹിപ്പിച്ച് കളഞ്ഞു. അപ്പൊ ചിലർ ഓടുന്നത് കൊണ്ട് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ നിൽക്കും, അത് വേറെയാ. പക്ഷെ വേറെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ആ തീച്ചൂളയുടെ അടുത്ത് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഉണ്ട്. കെട്ടൊക്കെ ഉണ്ട് അവരുടെ മേൽ. അവരെ ചുമന്നുകൊണ്ടാ പോയത്. പക്ഷേ ഇവരിരിക്കയിൽ തന്നെ ഇവരെ കൊണ്ടുപോയവന്മാർ ദഹിച്ചു പോയി. ആമേൻ. ആരും ഓടുന്നത് കൊണ്ട് കുറ്റം പറയണ്ട, അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ ചൂളയും നീയുമായിട്ടാണ് ബന്ധം.
ആമേൻ, ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന പ്രശ്നത്തിൽ നമുക്കൊപ്പം നിൽക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്നേ. വിചാരിച്ചു വന്നാലും കഴിയത്തില്ല. ചിലരൊക്കെ കൈവിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ചങ്കത്ത് കൈവയ്ക്കും, അയ്യോ കർത്താവേ, എന്നാൽ ഇവൻ എന്നെ വിട്ടിട്ട് പോയല്ലോ, ഇവൾ എന്നെ വിട്ടിട്ട് പോയല്ലോ, ഇവരെൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ. അവർക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. അവർ എത്ര ശക്തരാണെങ്കിലും, അവരെത്ര ബലവാന്മാരാണെങ്കിലും നിന്റെ പ്രശ്നത്തിൽ അവർ തകർന്നു പോകും, നിന്റെ പ്രശ്നത്തിൽ അവർ തീർന്നു പോകും. എന്നിട്ട് നീ തീരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ തീച്ചൂളയോട് നോക്കി പറ, ഈ തീച്ചൂളയെ നിനക്ക് എന്നെ ദഹിപ്പിക്കുവാൻ കഴിയത്തില്ല. നീ പേര് മാത്രമുള്ള തീയ, നീ എന്നെ ദഹിപ്പിക്കുവാനുള്ള തീയല്ല. ഇന്ന് പകലും പലരും ഭയപ്പെട്ടായിരിക്കുന്ന തീച്ചൂളയുടെ അനുഭവമുണ്ട്. വിളിച്ചു പറ, അത് നിങ്ങളെ ദഹിപ്പിക്കുന്ന തീയല്ല. ഓ താങ്ക് യു ലോർഡ്. അത് നിങ്ങൾക്കുള്ള തീയല്ല. ആ തീ ഇടപെട്ടത് നിങ്ങൾക്കല്ല, ആ തീ ഇടപെട്ടത് അടയാളത്തിനാ. ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും തമ്മിലുള്ള അടയാളത്തിന് സ്വർഗത്തിൽ നിന്ന് ഇടപെട്ട തീയാ. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്നാണ് ആ തീ കത്തിയതെങ്കിൽ എല്ലാവരും ഒരുപോലെയാ. ആമേൻ. ഭൂമിയിൽ നിന്ന് കത്തുന്ന തീക്ക് ഭക്തനെന്നോ ഭക്തനില്ലാത്തവനെന്നോ ഇല്ല. പക്ഷെ ആ തീ സ്വർഗത്തിൽ നിന്ന് വീണ തീ, അതിന് ഭക്തനെ തിരിച്ചറിയാം. ആമേൻ. നീ കഷ്ടതയിലായിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയ, ആ കഷ്ടത ലോകത്തിൽ നിന്നുള്ള കഷ്ടതയല്ല, സ്വർഗത്തിൽ നിന്നുള്ള കഷ്ടതയാ. ആ കഷ്ടതയ്ക്ക് നിന്നെ തിരിച്ചറിയാം. ആ കഷ്ടതയിൽ ഒത്തിരി പേർ വെന്തു പോയിരിക്കാം, ആ കഷ്ടതയിൽ ഒത്തിരി പേർ തകർന്നു പോയിരിക്കാം, ആ കഷ്ടതയിൽ ഒത്തിരി പേർ പിടിപ്പെട്ടു പോയിരിക്കാം. അതേന്നെ, നീ ഭയപ്പെടുന്ന രോഗത്തിൽ ഒത്തിരി പേർ മരണത്തിലേക്ക് ആയിപ്പോയിരിക്കാം, ഒത്തിരി പേർ ജീവിതങ്ങൾ തകർന്ന് നശിച്ചു പോയിരിക്കാം. നീ ഭയപ്പെടുന്ന, നീ കരയുന്ന, നീ വേദനപ്പെടുന്ന അതേ പ്രശ്നത്തിൽ നിനക്ക് മുമ്പേ ഒത്തിരി പേർ നശിച്ചു പോയിരിക്കാം. എന്നാലും കേൾക്കണമേ, ആ പ്രശ്നം നിന്നെ നശിപ്പിക്കത്തില്ല. കാരണം അത് നിന്നെ നശിപ്പിക്കുവാനുള്ള പ്രശ്നമല്ല. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാതെ പലർക്കും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയാത്തത്. മീൻസ് അസാധാരണമായ പ്രശ്നം, ആർക്കും കൂടെ നിൽക്കുവാൻ കഴിയാത്ത പ്രശ്നം, ആർക്കും ചേർത്ത് പിടിക്കുവാൻ കഴിയാത്ത പ്രശ്നം, ആർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത പ്രശ്നം. ആമേൻ. ഇവിടെയാ നിന്റെ പ്രശ്നം എന്താണെന്ന്, എങ്ങനെ ഉള്ളതാണെന്ന് തിരിച്ചറിയുവാനുള്ളത്. നിങ്ങളൊരു പ്രശ്നത്തിലായി 4 വശത്തും ആൾക്കാരിൽ നിന്ന് അയ്യോ പേടിക്കണ്ട, ഞങ്ങളുണ്ട്, ധൈര്യമായിരിക്കുക, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, എല്ലാം നന്നായി നടക്കും. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, ഇത് ലോകത്തിലുള്ള പ്രശ്നമാണ്. ഏത് നിമിഷവും നിങ്ങൾ ആ പ്രശ്നത്തിനകത്താവും. ഹല്ലേലൂയ. വളഞ്ഞു നിന്ന് ആൾക്കാർ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രശ്നത്തിനൊപ്പമാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ഏത് നിമിഷവും നിങ്ങൾ ആ പ്രശ്നത്തിനകത്താകും. എന്നാൽ നിങ്ങളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ഒരൊറ്റ കുഞ്ഞുമില്ല, ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല. ഇതാ വരുന്നു, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞവരെല്ലാം ഓടിപ്പോയി, നീട്ടിയ കരങ്ങളൊക്കെ പോയി, മുറുക്കെ പിടിച്ചിരുന്ന കരങ്ങളൊക്കെ തപ്പി നോക്കിയാൽ പോലും കാണാനില്ല, ആരും കാണുവാനില്ല. ആ അവസ്ഥയിൽ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, ഈ പ്രശ്നം നിന്നെ തകർക്കുവാനല്ല, ഈ പ്രശ്നം നിന്നെ വിട്ട് ഓടിപ്പോയ പലർക്കും നീ ആരെന്ന് കാണിക്കുവാനുള്ള പ്രശ്നമാണ്. തിരിച്ചറിയുന്നവർക്കായി, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിട്ട് ഓടിപ്പോയ പലരും നീ ആരെന്ന് തിരിച്ചറിയുവാനുള്ള പ്രശ്നമാണ്. ഹല്ലേലൂയ. ആ തീ കത്തിയത് ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ആരാണെന്ന് ലോകം തിരിച്ചറിയുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അവർക്കൊപ്പം ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ കൈവിടത്തില്ലെന്നേ. സ്തോത്രം. ആര് കൈവിട്ടാലും, ആരോടിപ്പോയാലും നീ ആയിരിക്കുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ എൻ്റെ യേശു കൂടെ നിൽക്കും. ഞാനിത് പറയുമ്പോൾ പലർക്കും സന്തോഷം, വചനം കേൾക്കുന്നവർക്ക് സന്തോഷം, പതിവ് പോലെ നമ്മൾ കൈയടിക്കും, ഏറ്റെടുക്കും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം 4-വനായി ഇറങ്ങി നിന്നത്, ചേർത്തവരെ പിടിച്ചത്, തീയുടെ മണം പോലും തട്ടാതെ അവരെ പുറത്തു കൊണ്ടുവന്നത്, ആ ദേശം മുഴുവൻ സാക്ഷ്യം പറയും വിധത്തിൽ അവരെ പുറത്തു കൊണ്ടുവന്ന് നിർത്തിയത്? അവർക്കൊരു ചരിത്രമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പിശാചിന്റെ പ്രലോഭനമെന്ന തന്ത്രത്തെ അതിജീവിച്ച് നിന്നവരാണ്. അവൻ ചുമ്മാതല്ല ദൈവം തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്നത്, ചുമ്മാതല്ല ആർക്കുമില്ലാത്ത പ്രശ്നത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിയത്, ചുമ്മാതല്ല ആരും പ്രാപിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അവരെ പ്രാപിക്കുമാറാക്കിയത്. അവർ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തവരാണ്. അവർ ദൈവസന്നിധിയിൽ പലതും വേണ്ട എന്ന് വച്ചവരാണ്. ലോകം വച്ചു നീട്ടിയ പലതും ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞവരാണ്. അതെ, അവരെ ശത്രുവിന് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല, അവരെ തീക്ക് ദഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പലതും വേണ്ട എന്ന് വെച്ച്, ലോകം വെച്ച് നീട്ടുന്ന പലതും വേണ്ട എന്ന് വെച്ച് വിടേണ്ടത് വിട്ട്, ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ വിളിച്ചു പറയട്ടെ, വിടേണ്ടത് വിട്ട്, വിടേണ്ടത് വിട്ട്, വിടേണ്ടത് വിട്ട്. നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണെങ്കിൽ, നിൽക്കുന്നവളാണെങ്കിൽ നിന്നെ വേഗിക്കുവാൻ ഒരു തീക്കും കഴിയത്തില്ലെന്നാ. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് മറ്റവന്മാർക്ക് നല്ല ആഹാരമൊക്കെ കിട്ടിയത്. രാജാവ് കൊടുത്ത ഏറ്റവും നല്ല ആഹാരം കഴിച്ചാണ് അവന്മാർ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് മഹാബലവാന്മാരായിരുന്നു അവർ. പക്ഷെ അവർ തീയിൽ കരിഞ്ഞു പോയി. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നവൻ തീയിൽ കരിഞ്ഞില്ല. ബോഡിയൊന്നും വലുതായിട്ട് ശത്രുഘ്നും മേശക്കിനും അബേദ്നെഗോവിനും കാണത്തില്ല. പക്ഷേ തീയിൽ വേകാത്ത ശരീരം, ഒരു ആത്മ മനുഷ്യൻ അവർക്കുണ്ടായിരുന്നു. നിന്റെ ആത്മ മനുഷ്യനെ നീ വളർത്തുമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിന്ന് നിന്റെ ആത്മ മനുഷ്യനെ നീ വളർത്തുമെങ്കിൽ, എത്ര ആളിക്കത്തുന്ന തീക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. എത്ര ആളിക്കത്തുന്ന തീക്കും, എത്ര ഉയർന്നു പോകുന്ന പ്രശ്നത്തിനും നിന്നെ തകർക്കുവാൻ കഴിയത്തേയില്ല. പ്രലോഭനമെന്ന പിശാചിന്റെ തന്ത്രം. അവർക്ക് കിട്ടാകുന്നതിൽ ഏറ്റവും നല്ല കാര്യങ്ങളുമായിട്ടാണ് അടിമകളായി പിടിക്കപ്പെട്ട ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും അടുക്കലേക്ക് രാജാവ് ആളയച്ചത്. രാജാവിൻ്റെ പാത്രത്തിൽ നിന്ന് മിച്ചം വരുന്ന വീഞ്ഞു കുടിക്കുവാൻ അവർക്ക് അവസരമുണ്ടായി. രാജാവ് കഴിക്കുന്ന വിഗ്രഹങ്ങളുടെ അടുക്കൽ സേവിച്ച ഏറ്റവും നല്ല ആഹാരം കഴിക്കുവാനുള്ള അവസരം അവർക്കുണ്ടായി. എന്നാൽ അതൊക്കെ വേണ്ടെന്ന് വയ്ക്കുവാൻ, ദൈവനാമത്തെ പ്രതി അവർ വേണ്ടെന്ന് വയ്ക്കുവാൻ തയ്യാറായതുകൊണ്ട് തീച്ചുളയിലും കൈവിടാതെ ദൈവം അവർക്കൊപ്പം ഇരുന്നു. പ്രിയരെ, വേണ്ടെന്ന് വയ്ക്കുവാൻ തയ്യാറായാൽ, ദൈവനാമത്തെ മുൻകരുതി പലതും വേണ്ടെന്ന് വയ്ക്കുവാൻ ഈ നല്ല പകലിലും ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, വിടേണ്ടത് വിട്ടുകളയുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ ഒരിടത്തും കൈവിടത്തില്ല. തീ കൂട്ടാനൊക്കെ പലരും കാണും. ആമേ. 6 മടങ്ങും 7 മടങ്ങും ഒക്കെ കത്തിക്കും, പ്രശ്നം അധികരിപ്പിക്കും, എരിവ് കേട്ടും തകർത്ത് കളയുമെന്ന് പറയും, വെല്ലുവിളിക്കും. എന്നാൽ കേൾക്ക്, അതിന് മധ്യത്തിൽ ദൈവം ഇറങ്ങി നിൽക്കും. നീ ചിരിച്ചുകൊണ്ട് അതിനകത്തു നിന്ന് പുറത്തു വരും. 2, പിശാചിന് മുൻപിലും ദൈവം നിന്നെ കൈവിടത്തേയില്ല. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ആമേൻ. ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ എന്നോട് അവകാശം ചോദിച്ചു, പക്ഷേ ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു, അവരൊക്കെ പോയി, ഇവരൊക്കെ പോയി, ഞങ്ങൾ മാത്രം പോയില്ല. പോവാത്തതല്ല എൻ്റെ യേശു വിട്ടുകൊടുക്കാത്തതാ. ആമേൻ, ആമേൻ. പിശാചിന്റെ കയ്യിൽ യേശു ഏൽപ്പിച്ചു കൊടുക്കാത്തതാ. നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്നേ, നിന്നെ കൈവിടത്തില്ല. മനുഷ്യന്റെ മുമ്പിൽ മാത്രമല്ല, രാജാവിന്റെ കൽപ്പനയുടെ മുൻപിൽ മാത്രമല്ല, അധികാരികളുടെ മുമ്പിൽ മാത്രമല്ല, ഒരു പിശാചിന് മുമ്പിലും, ഒരു പിശാചിന്റെ പദ്ധതിക്ക് മുമ്പിൽ എൻ്റെ ദൈവം, എന്നെ കേൾക്കുന്ന സഭയെ, നിങ്ങളെ അവൻ വിട്ടുകൊടുക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നീ ഏതവസ്ഥയിലായിരുന്നാലും അവിടെ വെളിപ്പെടുന്നത് മുഴുവൻ പിശാചിന്റെ തന്ത്രങ്ങളാണെങ്കിൽ, വലിയ നഷ്ടങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ കേൾക്ക്, എൻ്റെ യേശു നിന്നെ പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കത്തേയില്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലുള്ളവരായതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മെ കൈവിടാത്തവനാണായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാച് പ്രവർത്തിക്കത്തില്ലേ? പിശാച് പ്രവർത്തിക്കും. ആരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാളും അധികം പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. പിശാച് ആരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാളും അധികം പ്രവർത്തിക്കും. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതിനകത്ത് പണിക്ക് പോകുന്ന സഹോദരന്മാരൊക്കെ ഉണ്ട്. ഒരു പഴയ വീട് പൊളിക്കുവാൻ വേണ്ടി നിങ്ങളെ ജോലിക്ക് വിളിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ സഹോദരന്മാരുടെ കൂട്ടത്തിൽ സഹോദരിമാരും കൂടെ പോയിക്കോ. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കും. ഒരു പഴയ വീട് പൊളിക്കണം. ആമേൻ. അപ്പോൾ എന്തു ചെയ്യും? കൂടെ ചുറ്റിയലും ഒക്കെ ആയിട്ട് നമ്മൾ പോയപ്പോൾ തന്നെ പഴയ ഒരു വീടാണ്, വെള്ളമൊക്കെ വീണ് അങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് തള്ളിയപ്പോൾ തന്നെ അത് മറിഞ്ഞു വീണു. എന്ത് സുഖം, ജോലി കഴിഞ്ഞു, കൂലി വാങ്ങിപ്പോയി. പക്ഷേ ഇനി വേറൊരു വീട്ടിൻ്റെ മുമ്പിൽ പോയി, തള്ളിയിട്ട് വീണില്ല, ചിറ്റികൾ കൊണ്ട് അടിച്ചിട്ട് വീണില്ല, കത്തിച്ചിട്ട് വീണില്ല, ബോംബിട്ടിട്ട് വീണില്ല. എന്തെല്ലാം ചെയ്യും? എന്തുകൊണ്ടാ? വീഴാത്തത് കൊണ്ടാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമേ വീണിരുന്നെങ്കിൽ പിന്നെ പരിപാടിയില്ല. ആമേൻ. ഇത്രമാത്രം പിശാച് പണി തരുന്നത് എന്തുകൊണ്ടാ? നീ വീഴാത്തത് കൊണ്ടാ. പിശാച് പിന്നെയും പിന്നെയും വരുമ്പോ തിരിച്ചറിയും, നീ വീണിട്ടില്ല, നീ ഇപ്പോഴും വീണിട്ടില്ല, നിന്നെ തകർക്കുവാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നീ തകർന്നു പോയി, ഞാൻ നശിച്ചു പോയി, എൻ്റെ ജീവിതം കണ്ണുനീരിലായി, എല്ലാം നശിച്ചു. ഇല്ല, നീയാണ് ഇപ്പോഴും വീഴാത്തവൾ, നീയാണ് ഇപ്പോഴും വീഴാത്തവൻ. നിന്നെ തൊടുവാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല. അവന്റെ ആയുധങ്ങൾ നിന്റെ മേൽ ഫലിച്ചിട്ടില്ല. ഓ പ്രാർത്ഥന ശകാരത്തിന് യേശുവിൻ നാമത്തിൽ ഇതുവരെ പിശാച് ചെയ്തതൊന്നും നിന്റെ മേൽ ഫലിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ പിന്നെയും പിന്നെയും തള്ളുന്നത്. ആമേൻ.
ആദ്യമേ വീണ്ടിരുന്നെങ്കിൽ കൂലിയും വാങ്ങിച്ചുകൊണ്ടാവും പോയനെ. ആമേൻ, ഹല്ലേലൂയ. വിട്ടുകൊടുക്കത്തില്ല. ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചാലും നോക്കൂ, യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം പിശാചിനോട് പറയുന്ന, സാത്താനോട് പറയുന്ന ഒരു വാക്യതാണ്, അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത്. ആമേൻ. നീ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും, എനിക്കറിയാം. പ്രവർത്തി കൂടി വരുമ്പോൾ നിനക്ക് ദേഷ്യം വരും. ആമേൻ. നിനക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ പ്രാണനെ തുടരുത്. കാരണം നീ എന്തൊക്കെ ചെയ്തു എന്ന് കാണിച്ച് അതെല്ലാം അവന് ഇരട്ടിയായി എനിക്ക് തിരികെ കൊടുക്കുവാനുള്ളതാണ്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, യോബിനെ വിളിച്ചു നിർത്തിയിട്ട് ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. യോബേ, പിശാച് ഇന്നതൊക്കെയാണ്ടാ ചെയ്തത്, നിന്റെ സമ്പത്തിന് മേൽ ഇങ്ങനെയാണ്ടാ കൈവച്ചത്, നിന്റെ തലമുറകളുടെ മേൽ ഇങ്ങനെയാണ്ടാ കൈവച്ചത്, നിന്റെ ബന്ധുക്കളുടെ മേൽ ഇങ്ങനെയാണ്ടാ കൈവച്ചത്, നിന്റെ സന്തോഷത്തെ, നിന്റെ സമാധാനത്തെ, നിന്റെ അനുഗ്രഹത്തെ ഇങ്ങനെയാണടാ കവർന്നത്. എന്നാൽ നീ കാണ്, ഞാൻ ഇങ്ങനെയാടാ ഇതൊക്കെയും നിനക്ക് തിരികെ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവം കൈവിടത്തില്ലെന്നേ. ആമേൻ, കൈവിടത്തില്ല. നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കുവാൻ പകുതിയിൽ കൂടുതൽ ആളും കാണത്തില്ല. ആമേൻ, ഹല്ലേലൂയ. പിശാച് ചെയ്ത പ്രവർത്തിക്ക് ഒത്തവണ്ണം നിങ്ങളുടെ ആത്മാവിനെ കൂടെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ. ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, പിന്നെയും വചനം പറയുന്നു, ശത്രുവിന് മുമ്പിൽ ദൈവം കൈവിടത്തില്ല. ശത്രുവിന് മുമ്പിൽ ദൈവം കൈവിടത്തില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവം യാക്കോബ് എന്ന തൻ്റെ ഭക്തന് ഉറപ്പ് കൊടുക്കുകയാണ്, യാക്കോബേ നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടിരിക്കും, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ കൈവിടില്ല. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ ജീവചരിത്ര ഭാഗങ്ങൾ വായിച്ചു നോക്കുക. ഇത് ദൈവം പറയുന്ന സമയത്ത് യാക്കോബ് പിന്നിലോട്ടൊന്ന് നോക്കിയാൽ പിന്നിൽ ആരുണ്ട്? ലാബാനുണ്ട്. മുൻപിലേക്കൊന്ന് നോക്കിയാൽ മുമ്പിൽ ആരുണ്ട്? ഏശാവുണ്ട്. രണ്ട് ശത്രുക്കളാ. മുമ്പോട്ട് പോകാൻ വയ്യ, പിന്നിലേക്കും പോകാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാ രണ്ട് ശത്രുക്കളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, മുൻപിൽ പെടുത്തിയിട്ട് ദൈവം പറയുക, നീ പേടിക്കണ്ടടാ, ഒരു ശത്രുവിനും നിന്നെ വിട്ട് കൊടുക്കത്തേയില്ല. ഹല്ലേലൂയ. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് കർത്താവിൽ പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുന്നു. നോക്കിയേ, എന്തുകൊണ്ടാണ് ഏശാവ് യാക്കോബിൻ്റെ ശത്രുവായി തീർന്നത്? ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ബൈബിൾ വായിച്ചിട്ടുള്ളതില്ലേ? എന്തുകൊണ്ടാണ്? ജ്യേഷ്ഠാവകാശം, അനുഗ്രഹം തട്ടിയെടുത്തു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ വരുന്നേ? പതുക്കെ അപ്പനെ സോപ്പിട്ട് പ്രമാണത്തിൽ ഒപ്പിടിപ്പിച്ച് അപ്പുറത്തെ പറമ്പ്, വീട്, ആ പീടിക, ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം കൂടെ എഴുതി വാങ്ങിക്കൊണ്ട് ഓടിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ എന്താണ് യാക്കോബ് കവർന്നെടുത്തതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിലെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും. 29 പറയുന്നു, അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. എൻ്റെ പോക്കറ്റിൽ നിന്ന് തരുമെന്നല്ല, ദൈവം തരുമെന്നും. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. ഞാൻ പറയുന്നത് കേട്ട് ആരെങ്കിലും സേവിക്കുന്നുമല്ല, സേവിക്കട്ടെ. ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക. നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇതെന്താണ്? ഇത് വെറും വാക്കല്ലേ പറഞ്ഞത്? അവിടെ യാക്കോവിൻ്റെ അപ്പൻ ഇസഹാക്ക് യാക്കോവിനോട് പറയുന്ന കാര്യം ഇതാ, നിന്നെ അനുഗ്രഹിക്കും. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയുന്ന അനുഗ്രഹമല്ലേ? ശാപമാണോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഒരു വസ്തുവും കവർന്നില്ല, ഒരു വീടും അടിച്ചു മാറ്റിയില്ല, ഒരു കാറും കൊള്ളയിട്ടുകൊണ്ട് പോയില്ല. വെറും അനുഗ്രഹം മാത്രമാണ് യാക്കോബ് ഏശാവിന് കൊടുക്കാതെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയത്. ആ വാക്ക്, അപ്പൻ്റെ അനുഗ്രഹം എന്ന ആ വാക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൻ്റെ അനുഗ്രഹം എന്ന വാക്ക്. നമുക്ക് ഈ അനുഗ്രഹം കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ വരും. നമുക്ക്
നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, കിട്ടുന്നത് അനുഗ്രഹമായിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് ആരോഗ്യം തരട്ടെ, വീട് തരട്ടെ, മക്കളുടെ ഭാവി നന്നാകട്ടെ, നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ പ്രതീക്ഷ ഇതിനു വേണ്ട വല്ലതും കിട്ടുമെന്നാണ്. പക്ഷെ കേൾക്കുന്നത് മുഴുവൻ ഈ അനുഗ്രഹമാണ്. നമുക്ക് അനുഗ്രഹം വിലയില്ല എങ്കിലും പിശാചിനറിയാം ഇവൻ അനുഗ്രഹമാണ് കേട്ടതെങ്കിൽ ഇവൻ അനുഗ്രഹിക്കപ്പെടും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ അനുഗ്രഹം കേട്ടത് കൊണ്ടാണ് നാട്ടുകാർക്ക് മുഴുവൻ നിന്നോട് ഇത്ര കലിപ്പ്. ആമേൻ. അല്ല, നിങ്ങൾ അതിരുമാന്താൻ പോയിട്ടല്ല, പെന്തക്കോസ്തുകാർ ആരുടെ അതിരുമാന്താൻ പോയിട്ടല്ല, ഒരു വീട്ടിലും പോയി അടിയുണ്ടാക്കിയിട്ടല്ല, മദ്യവെച്ച് റോട്ടിൽ കിടന്നിട്ടല്ല, വല്ലവന്റെ കുത്തിന് പിടിച്ചിട്ടല്ല, തെറി വിളിച്ചിട്ടല്ല നാട്ടുകാർ ഇത്രയും ശത്രുവായി തീർന്നത്. കാരണം നീ സ്തോത്രം ചെവി തുറന്ന കേട്ടോണ്ടിരിക്കുന്നത് മുഴുവൻ അനുഗ്രഹം. അവൻ അറിയാം നീ അനുഗ്രഹമാണ് കേൾക്കുന്നതെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നിങ്ങൾ അനുഗ്രഹമാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആർക്കറിയാം? നിങ്ങൾക്കറിയത്തില്ലെങ്കിലും പിശാചിനത് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അവൻ പള്ളി വരാൻ സമ്മതിക്കാത്തത്, അതുകൊണ്ടാണ് അവൻ ദൈവസേനയിൽ ഇരിക്കുവാൻ സമ്മതിക്കാത്തത്, അതുകൊണ്ടാണ് അവൻ ബൈബിൾ വായിക്കുവാൻ സമ്മതിക്കാത്തത്. കാരണം ഇതിനകത്ത് മുഴുവൻ അനുഗ്രഹത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ഈ അപ്പൻ്റെ അനുഗ്രഹം ഹേതുവായ ഏശാവ് ശത്രുവായി മാറിയത്. അവൻ അതുകൊണ്ട് പ്രിയരെ, ഈ അനുഗ്രഹത്തിന് വിലയുണ്ട്. ആമേൻ. ലോകം നമ്മളെക്കാൾ മുമ്പേ അത് തിരിച്ചറിഞ്ഞവരാണ്. പക്ഷെ അവർക്ക് ഇതിനു വേണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് എളുപ്പമുള്ള കാര്യമില്ല, കേട്ടോണ്ടിരുന്നാൽ മതിയോ. പക്ഷേ യേശാവിന് എന്തുകൊണ്ട് പറ്റിയില്ല? യേശാവിന് എന്തുകൊണ്ട് ആ അനുഗ്രഹം കേൾക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല? നോക്കൂ, ഉൽപ്പത്തി പുസ്തകം തന്നെ 25 30 31 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശാവിന് സ്തോത്രം പറ്റിപ്പോയ അബദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. യേശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ ഏതോ എന്ന് പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്ക എന്ന് യാക്കോബ് പറഞ്ഞു. ഒരല്പം ചുവന്ന പായസത്തിന് വേണ്ടി അനുഗ്രഹം എല്ലാം വിറ്റിട്ട് പോയവനാണ് യേശാവ്. ആമേൻ. ലോകം എന്തുകൊണ്ടാണ് നമ്മളെ കുറ്റം പറഞ്ഞ് പുറത്ത് നിൽക്കുന്നത്? അവർ ഈ അനുഗ്രഹം ലോകത്തിൽ നിന്ന് കിട്ടിയ പലതിനും വേണ്ടി വിറ്റ് കളഞ്ഞവരാ. ആമേൻ. ചുമന്നതും കറുത്തതും വെളുത്തതുമായ പലതിനും, കുടിക്കുന്നതിനും കഴിക്കുന്നതിനും വലിക്കുന്നതിനും വേണ്ടി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം വിറ്റ് കളഞ്ഞ പുറത്ത് നിൽക്കുന്നവനാ നിന്നെ തെറി പറയുന്നത്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിറ്റുകളഞ്ഞവരാ, അവകാശം വിറ്റുകളഞ്ഞവരാ. ശ്രേഷ്ഠന്മാർ പുറത്തു നിൽപ്പുണ്ട്, അവർ അവകാശം വിറ്റുകളഞ്ഞവരാ. പേരും പെരുമയുമുള്ളവർ പുറത്തു നിൽപ്പുണ്ട്, അവർ അവകാശം വിറ്റുകളഞ്ഞവരാ. അതേ കാര്യപ്രാപ്തിയുള്ളവർ പുറത്തു നിൽപ്പുണ്ട്, നേരത്തെ വിളികേട്ടിറങ്ങിയവർ പുറത്തു നിൽപ്പുണ്ട്, അവർ വിറ്റുകളഞ്ഞവരാ. ആമേൻ. ഹല്ലേലൂയ. അവർ പായസത്തിന്റെ പിന്നാലെ പോയി. നമ്മൾ പായസത്തോട് പറഞ്ഞു നോ നോ നോ, നമുക്ക് ഷുഗർ ഉള്ളത് കൊണ്ടല്ല, നമുക്കത് വേണ്ടാത്തത് കൊണ്ടാ, നമുക്ക് അതിലും വലുത് അനുഗ്രഹമാ. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കണ്ണ് പായസത്തിന്റെ ചുമപ്പ് കണ്ട മഞ്ഞളിക്കത്തില്ല, നമ്മുടെ കണ്ണ് മറ്റെന്തെങ്കിലും കണ്ട മഞ്ഞളിക്കത്തില്ല, നമ്മുടെ കണ്ണ് മറ്റെന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിന്റെ പിന്നാലെ പോകത്തില്ല. നമ്മൾ പറയും പായസം വേണ്ട, അനുഗ്രഹം മതി. യാക്കോബ് പറയും പായസം നീ എടുത്തോ, അനുഗ്രഹം ഞാൻ എടുത്തോളാം. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിന്നാൻ ഇറങ്ങാത്തത് കൊണ്ടല്ല, തിന്നാൻ ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് കേൾക്കുന്ന പ്രിയരെ, അത് മാറ്റി വച്ചിട്ട് അനുഗ്രഹത്തിന് വേണ്ടി ഇരിക്കുന്നതാ. ഞങ്ങൾക്കറിയാം മാറ്റി വച്ചാൽ അത് അനുഗ്രഹമാണ്. ആമേൻ. ചിലത് മാറ്റി വച്ചാൽ അതൊരു നേരത്തെ ആഹാരമാകട്ടെ, ഇഷ്ടങ്ങളാകട്ടെ, കൊതിപ്പിക്കുന്ന ഓ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. അല്ലാതെ ചുമപ്പിൻ്റെ കളറും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അതിൻ്റെ പിന്നാലെ ഓടി നടന്നിട്ട് പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമ്മളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആമേൻ. നമുക്ക് ഷുഗർ ഉള്ളത് കൊണ്ടല്ല നമ്മൾ പരിപാടി വേണ്ടെന്ന് വെച്ചതാ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പറ്റാത്തത് കൊണ്ടല്ലെന്നേ. ഈ പുറത്തുനിന്ന് കാണിക്കുന്നതൊക്കെ അതിൻ്റെ ഇരട്ടിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഹല്ലേലൂയ. ആമേൻ. ഒരു ദേവദാസൻ ഒരു പ്രശ്നത്തിന് മധ്യത്തിൽ നിന്നപ്പോൾ ചിരിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയവനോട് പറഞ്ഞൊരു കാര്യം പറയട്ടെ. ഒരു 45 വയസ്സ് വരും ഒരു ദേവദാസൻ, ഒരു 30 വയസ്സ് വരുന്ന ഒരു ചെറുപ്പക്കാരൻ വണ്ടി റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഈ ദേവദാസൻ്റെ അടുത്ത് ഇങ്ങനെ തൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ ദേവദാസൻ ഈ മനുഷ്യനോട് ഇങ്ങനെ സഹതാപത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ, നീ നല്ലവണ്ണം ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായെന്ന് തോന്നുന്നു, കുടിച്ച് കൂമ്പും കരളും ഒക്കെ പോയി. എൻ്റെ ഒരു കാലിൻ്റെ അത്ര ഇല്ലാത്തവനായിട്ടാണ് നീ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ നല്ല ആഹാരമൊക്കെ കഴിച്ച് ആഴ്ചയിൽ ഉപവസിച്ച് ശരീരമൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നവനാണ്. എൻ്റെ ആരോഗ്യം ഒന്നും പുറത്തു പോയിട്ടില്ല. ഞാൻ വേണമെന്ന് പറഞ്ഞൊന്ന് തന്നാൽ നീയേ വീഴത്തുള്ളൂ, എങ്കിലും ഞാനത് ചെയ്യത്തില്ല. ഇതുപോലെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പലതും വിട്ടുകളഞ്ഞ് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുക.
ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ലോകം പറയും അവരെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിൽക്കുന്നവർ, അവർക്ക് അറിയത്തില്ല. ആമേൻ. ഈ ചുവന്ന പായസത്തിന്റെ പിന്നാലെ പോയി എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിൽക്കുന്നവരാ. പുറത്ത് കിടന്ന് തെറി വിളിക്കുന്നവൻ, പുറത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നവൻ, പുറത്ത് കിടന്ന് ഇപ്പം എല്ലാം തകർക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ, അവർക്കറിയത്തില്ല നമ്മൾ മാന്യമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത്. ആമേൻ. നമ്മൾ കുറവുള്ളവരായതുകൊണ്ട് ഇരിക്കുന്നതല്ല, നമുക്കറിയാവുന്ന, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് കാര്യപ്രാപ്തിയുണ്ട്, നമുക്ക് തലയ്ക്ക് വെളിവുമുണ്ട്, നമ്മുടെ വീട്ടിനകത്ത് സന്തോഷവുമുണ്ട്, നമ്മുടെ വീട്ടിനകത്ത് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് കർത്താവ് തരുന്നുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവൻ ചിലത് വേണ്ടെന്ന് വച്ചത് കൊണ്ട്, അപ്പോൾ ഇത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുറത്ത് നിന്ന് പലരും കുറ്റം പറയുന്നത്. അപ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, നമ്മൾ ആരെയെങ്കിലും എന്തെങ്കിലും കവരുന്നത് കൊണ്ടല്ല അവർ നമ്മുടെ കുറ്റക്കാരായി മാറുന്നത്, നമ്മൾ അനുഗ്രഹം കേൾക്കുന്നത് കൊണ്ടാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ട്. അതവർക്ക് ഇഷ്ടം ഇല്ല. നോക്കൂ, ഇനി ലാബാൻ എന്തുകൊണ്ടാണ് ശത്രുവായത്? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. അവൻ കൈ തൊടുന്നതിൽ ഒക്കെയും ദൈവം അനുഗ്രഹം കൽപ്പിച്ചു. എന്തുകൊണ്ടാണ് ലാബാൻ ശത്രുവായി മാറിയത്? യാക്കോബ് കൈ തൊടുന്നതെല്ലാം ദൈവം അനുഗ്രഹം കൽപ്പിച്ചത് കൂടെ തൊഴുത്തിൻ്റെ സൈഡിൽ നിന്ന് ലാബാൻ കണ്ടതാ. ഹല്ലേലൂയ. നീ ദൈവ പൈതലാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കൈ തൊടുന്നതൊക്കെ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഒരു സംശയത്തിന് ഇട നൽകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഭക്തരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, പലതും വേണ്ട എന്ന് വെച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കൈ തൊടുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കൈ തൊടുന്നതൊന്നും ശാപമായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ലോകം എത്ര തന്നെ ശപിച്ചതായിരുന്നാലും, എത്ര തന്നെ നശിച്ചതായിരുന്നാലും, എത്ര തന്നെ ഗതികെട്ടതായിരുന്നാലും, നിങ്ങളുടെ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹമായി മാറും. നിങ്ങളുടെ കൈ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കൈ തൊടുന്നതിലൊക്കെ, ഭക്ത നിന്റെ കൈ തൊടുന്നതിലൊക്കെ, സഭയെ നിങ്ങളുടെ കൈ തൊടുന്നതിലൊക്കെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കൈ തൊടുന്നതിലൊക്കെ എൻ്റെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, വെറുതെ പായസം കണ്ടിട്ട് സ്തോത്രം വേണ്ട എന്ന് തോന്നിയത് കൊണ്ടൊക്കെ ആയിരിക്കാം യാക്കോബ്. അല്ല, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അല്ല. അതൊരു ജീവിതമാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമർപ്പിതമായൊരു ജീവിതം. ഏത് സമയത്തും അവിധത്തിലൊരു ജീവിതം നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യാക്കോബ് ഒരു നേർച്ച നേർന്നു. കേൾക്കണം, എവിടെ വെച്ചാണ്? ലൂസ് എന്ന മരുഭൂമിയിൽ വെച്ച്. ചുറ്റും ആരുമില്ല, പ്രതീക്ഷയോടെ നോക്കുവാനോ രാത്രി വിളക്ക് കൊത്തിച്ച് തരുവാനോ കൂടിരുന്ന് കാര്യം പറയുവാനോ ആരുമില്ല. ഒറ്റയ്ക്കൊരു വടിയും മാത്രമായിട്ട് മരുഭൂമിയിൽ അങ്ങനെ കിടക്കുക. ആ സമയത്ത് സ്തോത്രം, യാക്കോബിന് എന്ത് ചെയ്യാമായിരുന്നു? തിരിച്ചു പോയിട്ട് വാതിലിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ഏശാവിന്റെ പള്ളക്ക് കത്തി കയറ്റാം എന്ന് ചിന്തിക്കാമായിരുന്നു. എന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന, ഇനി ചിന്ത അല്പം ഉറച്ചായി പോയാലും ആരും കേൾക്കുവാൻ ഇല്ലാത്തിടത്തും, ശ്രദ്ധിക്കണമേ, ചിന്ത അല്പം ഉറച്ചായി പോയാലും ആരും കേൾക്കുവാൻ ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്തും അങ്ങനെ ഒന്നും ചിന്തിക്കാതെ യാക്കോബ് ചിന്തിച്ചത് ഇത്ര മാത്രമാ: ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. രാത്രികളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുക്കുന്ന ഭക്തൻ, ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ലഭിക്കുന്ന രാത്രികൾ ഉടമ്പടികളുടെ രാത്രിയായി മാറാറുണ്ടോ? പ്രശ്നമുണ്ട്, പകൽക്കാലം ഒരു പ്രശ്നം ജീവിതത്തിലുണ്ടായി, രാത്രി ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുമോ? കർത്താവേ, ഈ പ്രശ്നത്തിൽ നിന്ന് നീ വിടുവിക്കുമെങ്കിൽ, ഓ രാധനെ ഷന്ധോരകന, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന, ഞാൻ കരയുന്ന, ഞാൻ നിലവിളിക്കുന്ന, ഞാൻ വേദനപ്പെടുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നീ എന്നെ വിടുവിക്കുമെങ്കിൽ ഈ കല്ല് നിന്റെ ആലയമായി മാറും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദേശാംശം തരും എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. നീ എനിക്ക് തരുന്നതിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത് നമ്മൾ ദൈവത്തെ കടക്കാരനാക്കുന്ന ഒരു പരിപാടിയാണ്. ആമേൻ, ഹല്ലേലൂയ. വചനം പറയുന്നു ദൈവം കടക്കാരനല്ല. ദൈവം കടക്കാരനല്ല, വചനം അങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെയാ. അപ്പൊ നമ്മൾ കൊടുത്തത് കിട്ടിയില്ലെങ്കിൽ ദൈവം കടക്കാരനാവും. ദൈവം കടക്കാരനായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നതേ ഇല്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല.
അവൻ ഏത് അവസ്ഥയിലും കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളെ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. തീരുമാനമെടുക്കുന്നവർ ഈ സമയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ഇന്ന് ഈ സമയം ഞാൻ തീരുമാനിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നീ എന്നെ പുറത്തു കൊണ്ടുവന്നാൽ, ഞാൻ കാണുന്ന ഈ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നാൽ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നീ എന്നെ പുറത്തു കൊണ്ടുവന്നാൽ, അതേ കർത്താവേ, ഞാൻ അങ്ങയുടെ മകനായി തന്നെ ആയിരിക്കും. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കും. ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തും. ഞാൻ അങ്ങയ്ക്ക് പ്രയോജനപ്പെടും. നീ കൈവിടപ്പെടുകയില്ല. മരുഭൂമിയുടെ അവസ്ഥയിൽ യാക്കോബായിരുന്ന മരുഭൂമിയിൽ യാക്കോബിനെ കൈവിടാത്ത ദൈവം, മുൻപിൽ കടന്നു വന്ന യേശാവിന് മുമ്പിൽ യാക്കോബിനെ ഇട്ടുകൊടുക്കാത്ത ദൈവം, പിന്നാലെ വന്ന ലാബാന് മുമ്പിൽ സ്തോത്രം യാക്കോബിനെ ഇട്ടുകൊടുക്കാത്ത ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അവൻ നിങ്ങളെ പരിപാലിക്കും. അവൻ നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ വഴി നടത്തും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ഇട്ട് കൊടുക്കത്തേയില്ല. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. കൈവിടപ്പെട്ടു പോയി. ഒപ്പമുള്ളവർ, പ്രിയപ്പെട്ടവർ, ചേർത്ത് പിടിക്കേണ്ടവർ കൈവിട്ടു, ആശ്വസിപ്പിക്കേണ്ടവർ കൈവിട്ടു, വേദന മാത്രം അനുഭവിച്ചായിരിക്കുന്നവർ ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് കൈവിടാതെ നിങ്ങളെ ചേർത്ത് പിടിക്കുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.